നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഴപ്പമായല്ലോ. തിരക്കടിച്ച് കാർത്തിക ഇങ്ങോട്ട് വിളിച്ചു വരുത്താനുള്ള തീരുമാനം മണ്ടത്തരമായെന്ന് തോന്നുന്നു. ഇവളുടെ റഡാറിൽ എന്തൊക്കെ പിടിച്ചെടുത്തിട്ടാണോ ഈ നിൽപ്പ്? നിന്ന് അപ്പൊ നീയാണല്ലേ ഇതിന് പിന്നിൽ കളിക്കുന്നത്? അതെ, ആരും അറിയില്ലെന്നാ കരുതിയത്. പക്ഷേ നീ ഇത്ര വേഗം കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ, ഇന്റർപോൾ വരുമോ അതോ CBI മതിയോ എന്നെ അറസ്റ്റ് ചെയ്യാൻ? അല്ല, ഈയിടെ ലെബനനിലുണ്ടായ സ്ഫോടനത്തെ കുറിച്ചല്ലേ നീ ചോദിച്ചത്? ലോകം മൊത്തം അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാത്ത കുറ്റവാളിയെ നീ തിരിച്ചറിഞ്ഞല്ലോ ശാലിനി. വെൽഡൻ. ഒരു ഷേക്കാനും കൊടുക്ക്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഒരു ജില്ലാ കളക്ടർ നേരിട്ട് പൊതുവഴിയിലിറങ്ങി അന്വേഷിക്കണമെങ്കിൽ വിഷയം ഏതായാലും നിസ്സാരമായിരിക്കില്ലല്ലോ. അതുകൊണ്ടാ ഞാനങ്ങ് ലെബനൻ വരെ പോയത്. പിന്നെ നിനക്കറിയേണ്ടത് ഒരു പക്ഷേ ഞാൻ സംസാരിച്ചവളെ കുറിച്ചായിരിക്കും. അവളെ പറ്റി എനിക്കൊന്നും അറിയില്ല. അവൾ എന്നോടൊരു അഡ്രസ് ചോദിച്ചു. എനിക്കത് അറിയാത്തതുകൊണ്ട് അവളെ പറഞ്ഞേക്കുകയും ചെയ്തു. അവളുടെ പേര് പോലും എനിക്കറിയില്ല. അപ്പൊ ശരി, പൊയ്ക്കോ. അല്ല, നിനക്ക് സംശയമൊന്നുമില്ലേ? നീ ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നെങ്കിലും ക്രിമിനോളജിയെ പറ്റി ഒരു ചുക്കും അറിയില്ലാന്ന് തോന്നുന്നു. എത്ര സമർത്ഥനായ കുറ്റവാളിയും താൻ ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന തെളിവുകൾ മറച്ചു വെച്ച ശേഷം അത് ഭദ്രമാണെന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തും. ഭംഗിയുള്ള ഒരു മൂടുപടം അതിന് മീതെ ഉണ്ടെന്ന് ഉറപ്പാക്കും. അതാ നീ ഇപ്പൊ ചെയ്തത്. എനിക്ക് മുന്നിൽ നിഷ്കളങ്ക ചമയാൻ അങ്ങ് ലെബനൻ വരെ പോയ നിനക്ക് മടങ്ങിപ്പോന്നതിന് മുമ്പ് നീ സംസാരിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് എനിക്ക് മുന്നിൽ ഒരു മൂടുപടം ഇടേണ്ടത് നിന്റെ ആവശ്യമായിരുന്നു. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അല്ല ശാലിനി, അത് കേറിപ്പോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.